ഇനി തല്ലിയാലേ സമാധാനം കിട്ടുമെങ്കിൽ അതും ചെയ്യട്ടെ, ഞാൻ സഹിച്ചോളാം. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിൽ ഇടപെടരുത്. ഇടപെടാതെ പിന്നെ ഇവളുടെ വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്നത് കേട്ട് മിണ്ടാതെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിന്നെ ഞങ്ങൾക്കറിയാം. ഈ ഗാർമെന്റ്സ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും നിന്നെ അറിയാം. ഇന്നലെ വന്ന് കയറിയവൾ നിന്നെക്കുറിച്ച് അപവാദം പറയുമ്പോൾ അതും കേട്ട് മിണ്ടാതെ നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. പറ്റണം. ഇവൾ എന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നതിന് ഒരു കാരണം ഉണ്ടാവും. ഇവളോട് സംസാരിച്ച് ആ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റണം. എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ ഇതിൽ ഇടപെട്ടാൽ എനിക്ക് ഇവളോട് സംസാരിക്കാൻ കഴിയില്ല. ഇവൾക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും മാറുകയില്ല. ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പോ, പ്ലീസ്. നീ പോ. ഇതുപോലെ ആരും ഇടപെടാതിരിക്കാൻ വേണ്ടിയാ മാറി നിന്ന് സംസാരിക്കാമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത്. പക്ഷെ നീ എന്റെ കൂടെ വരാൻ നിനക്ക് പേടിയാണെങ്കിൽ വേണ്ട, ഇവിടെ വെച്ച് തന്നെ സംസാരിക്കാം. പക്ഷെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നീ മനസ്സ് കാണിക്കണം. സ്റ്റോർ റൂമിൽ വെച്ച് ആരോ നിന്നെ ഉപദ്രവിച്ചു. ആ സമയത്ത് അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ വിശ്വസിക്കുന്നു. എനിക്ക് നിന്നോടൊരൊറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിരുന്നു. നിന്നെ ഉപദ്രവിച്ചത് ഞാനല്ല. നീ കരുതുന്ന പോലെ ആ സമയത്ത് അവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉണ്ടായിരുന്നത്, മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ചെയ്തത് ഞാനാണെന്ന് നീ തെറ്റിദ്ധരിച്ചു. പ്രിയൻ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട് സർ. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ ഇവൾ അപകടത്തിന്റെ നിഴലിലാണ്. അതാണ് പ്രശ്നം. പാറു അപകടത്തിന്റെ നിഴലിലാണെന്നോ? കഴിഞ്ഞ രാത്രി സ്റ്റോർ റൂമിൽ വെച്ച് ആരോ ഇവളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. പ്രിയൻ ഈ പറയുന്ന സത്യമാണോ? അതെ സർ. നമുക്കിത് ഇവിടെ വെച്ച് ഡിസ്കസ് ചെയ്യണ്ട. കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് സംസാരിക്കാം. നിങ്ങൾ വരും. പാറു വരും. കോൺഫറൻസ് ഹാളിൽ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ മൂന്നുപേരും മാത്രം അറിഞ്ഞാൽ പോരാ. കരുണാകരൻ സാറും മുക്തയും അരവിന്ദും അറിഞ്ഞിരിക്കണം. ഇന്നലെ അവിടെ എന്താ നടന്നത്? പ്രിയൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പ്രിയൻ പറയും. ഇന്നലെ നടന്ന ഫംഗ്ഷനിടയിൽ വെച്ച് പാർവതി ആരോ കൊല ചെയ്യാൻ ശ്രമിച്ചു. ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മൊമെന്റോകൾ കൊണ്ട് സ്റ്റേജിൽ വെക്കണമല്ലോ. ഞാനും ഇവളും കൂടിയാ മൊമെന്റോകൾ എടുക്കാൻ സ്റ്റോർ റൂമിൽ പോയതാ. പെട്ടെന്ന് കറണ്ട് പോയി. ഞാൻ സ്വിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. കറണ്ട് പോയതല്ല, ഇവളെ കൊല്ലാൻ വേണ്ടി കൊലയാളി ഓഫ് ചെയ്തതാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കയറ് പോലൊരു സാധനം കഴുത്തിൽ മുറുക്കി കൊല്ലാനായിരുന്നു പ്ലാൻ. എന്നെ കണ്ടതുകൊണ്ടായിരിക്കണം അയാൾ ഓടിപ്പോയി. കൊല്ലാൻ ഉപയോഗിച്ച കയറ് പോലുള്ള സാധനം അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. അയാൾ അപ്പൊ തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന ഞാൻ കരുതിയത്. പക്ഷെ അയാൾ തിരിച്ചു പോയിരുന്നില്ല. ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാവണം സ്ത്രീ വേഷത്തില് പിന്നീട് അയാൾ വന്നത്. വാഷ്റൂമിൽ വെച്ച് വീണ്ടും അയാൾ ഇവളെ കൊല്ലാൻ ശ്രമിച്ചു. ഭാഗ്യത്തിന് അത് ഞാൻ കണ്ടു. അതുകൊണ്ട് ഇവളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. പ്രിയനയാളെ പിടികൂടിയോ? പിടിക്കണമെന്നുണ്ടായിരുന്നു. കുറച്ചു ദൂരം ഞാൻ അയാളുടെ പുറകെ ഓടുകയും ചെയ്തതാ. പക്ഷെ കഴിഞ്ഞില്ല. അയാൾ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇയാളെ കൊല്ലാൻ ആ മയക്കുമരുന്ന് മാഫിയ ഏർപ്പാടാക്കിയ ആളാണോന്ന് എന്റെ സംശയം. പക്ഷെ ഞാനത് പറഞ്ഞിട്ട് ഇവള് വിശ്വസിക്കുന്നില്ല. പാറു, ഇത്രയും വലിയ പ്രശ്നം നടന്നിട്ടും നീ എന്താ ഞങ്ങളോട് ആരോടും പറയാതിരുന്നത്?
അവിടെ വെച്ച് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അയാളെ കൈയോടെ പിടികൂടായിരുന്നില്ലേ? ഇയാൾ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല. മയക്കുമരുന്ന് മാഫിയ ഇവളെ കൊല്ലാൻ ആളെ വിട്ടുന്ന് ഇവൻ പറയും. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് ഇവള് പറയും. തലയും വാലും ഇല്ലാത്ത ഈ വിഷയം സംസാരിക്കാനാണോ കൈലാഷ് സാറ് ഞങ്ങളോട് ഈ കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറഞ്ഞത്? ഒരുപാട് ജോലി പെൻഡിങ് എടുക്കുമ്പോഴാ. കരുണാകരൻ സാർ കുറച്ച് സമയം ഒന്ന് മിണ്ടാതിരിക്കോ? പ്രിയൻ, എന്താ ഇതിന്റെ അർത്ഥം? സർ, ഇയാളോട് ചോദിക്കണ്ടേ സർ? ഇയാള് വീണ്ടും കള്ളം പറഞ്ഞ് എല്ലാവരും വിശ്വസിപ്പിക്കാൻ നോക്കും. എന്റെ കഴുത്തിൽ ആരും കയറിട്ട് മുറുക്കിയിട്ടുമില്ല. വാഷ്റൂമിൽ വെച്ച് എന്നെ ആരും കൊല്ലാൻ ശ്രമിച്ചിട്ടുമില്ല. ഒരു കൊലയാളിയും എന്റെ പുറകെ വന്നിട്ടില്ല. അല്ലെങ്കിൽ തന്നെ വലിയൊരു പരിപാടി നടക്കുന്ന സ്ഥലത്ത് അത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് ഏതെങ്കിലും കൊലയാളി എന്നെ കൊല്ലാൻ ശ്രമിക്കോ? കൊലയാളികൾ എന്താ ബുദ്ധിയില്ലാത്തവരാണോ? ഇയാള് ചെയ്ത വലിയൊരു തെറ്റ് മറച്ചു പിടിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ ഉണ്ടാക്കി എല്ലാവരും പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കാം. ഇവൻ ചെയ്ത വലിയൊരു തെറ്റ് മറച്ചു പിടിക്കാൻ വേണ്ടിയോ? പ്രിയൻ എന്താ ചെയ്ത പാർവതി? ഞാനത് തുറന്നു പറഞ്ഞ ഇയാളുടെ ശരിയായ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതിന് നാണക്കേട് എനിക്കും കൂടിയാ. ഓരോരുത്തർ ഓരോ കഥകൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യും. തൽക്കാലം അതാരോടും തുറന്നു പറയാതിരിക്കുന്ന നല്ലത്. അരവിന്ദ് ചോദിച്ചത് കേട്ടില്ലേ പാർവതി? പ്രിയൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? അത് കൈലാഷ് സാർ, നടക്കാത്ത കാര്യം നടന്നു എന്ന് പറഞ്ഞ് എല്ലാരും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് തെറ്റല്ലേ? ഞാൻ അതാ ഉദ്ദേശിച്ചേ. ഞാൻ ആരെയും വിഡ്ഢിയാക്കാൻ ശ്രമിച്ചിട്ടില്ല സർ. നടക്കാത്ത കാര്യം നടന്നു എന്ന് നിങ്ങളെയൊക്കെ വിശ്വസിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഞാൻ കള്ളം പറഞ്ഞതല്ല സർ. കള്ളം തന്നെയാ. ഇയാള് പറഞ്ഞത് മുഴുവൻ കള്ളം തന്നെയാ. ഞാനിവിടെ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് ഞാൻ തെളിയിച്ച എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളുടെ കാലിൽ വീണ് മാപ്പ് പറയും. തെളിയിക്കേ. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് തെളിയിക്കേ. നിങ്ങൾക്കതിന് കഴിയില്ല. ഞാൻ വെല്ലുവിളിക്കുക. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂ. ആ, ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി ചെയ്യും. പ്രിയ, സർ, അയാളെ ഇനിയും കണ്ടാൽ പ്രിയന് തിരിച്ചറിയാൻ കഴിയോ? കഴിയും സർ. ആ മുഖം എന്റെ മരണം വരെ എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും.